എൻ്റെ പേര് അഗസ്റ്റിൻ ബോബി. വീട് കണ്ണൂർ തളിപ്പറമ്പ്. ശരിക്കും പറയണേ കഴിഞ്ഞ വർഷം ഏതാണ് സിലബസ് പഠിച്ചത്? ഞാൻ സ്റ്റേറ്റ് ബോർഡിലായിരുന്നു പഠിച്ചത്. സ്റ്റേറ്റ് ബോർഡാണല്ലേ. ഇപ്പൊ എവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്? ഇപ്പം NIT കാലിക്കറ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ. എവിടെയായിരുന്നു റിപ്പീറ്റ് ചെയ്ത്? സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് കോഴിക്കോട്. സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് അല്ല, പ്യൂർലി ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെയാണ് പോയത് അല്ലേ? എപ്പോഴാണ് JEE സ്വപ്നം കണ്ടു തുടങ്ങിയത്? ഞാൻ +2 തുടക്കത്തിൽ തൊട്ടാണ് JEE പറ്റി അറിഞ്ഞ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് അല്ലേ? +2 തുടക്കത്തിൽ. +2 പിന്നീട് ഫസ്റ്റ് ആദ്യത്തെ ചാൻസ് കിട്ടിയില്ല അല്ലേ? പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് സൈലം തെരഞ്ഞെടുത്തത്? സൈലത്തിൽ പുതിയതായിട്ട് തുടങ്ങുന്ന ഹൈബ്രിഡ് ക്യാമ്പസ് എന്ന പരിപാടി പറ്റി ഞാൻ കേട്ടു. ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആവശ്യമുള്ള സ്വന്തം പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് ആവശ്യമുള്ളത്. പൊതുവേ നമ്മളിപ്പം സാധാരണ രീതി പോലെ 6 ദിവസവും ക്ലാസ്, 1 ദിവസം അവധി എന്ന് പറയുമ്പം സ്വന്തമായിട്ട് ഒരു എഫേർട്ട് എടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അതേസമയം ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് വേണ്ട തിയറിയും സാർമാരുടെ എല്ലാം ലെക്ചറും കേട്ട് ആവശ്യത്തിന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് ആ ഒരു പോർഷൻ വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പം അത് ഹൈബ്രിഡിനെ കുറിച്ച് കേട്ടു. എൻ്റെ ഹൈബ്രിഡ് തീരുമാനിച്ചു. ഹൈബ്രിഡ് ഹെൽപ്പ് ചെയ്തോ? വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഏതൊക്കെ രീതിയിലാണ് ഹൈബ്രിഡ് ഹെൽപ്പ് ചെയ്തത്? ഹൈബ്രിഡ് ഹെൽപ്പ് ചെയ്തത് സത്യം പറയുക +2 ബോർഡിലാണ് പഠിച്ചത്. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം മാത്തമാറ്റിക്കൽ സ്കിൽസും കാൽക്കുലേഷൻ അതായത് +2 നമ്മൾ പിന്നെ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പം തീരെ കുറവായിരുന്നു. ഇവിടെ സൈലത്തിലെത്തിയ അവർ പ്രത്യേകം DPP ഉണ്ടായിരുന്നു. ആ DPP നമുക്ക് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാൻ സമയമുള്ളതുകൊണ്ട് നമ്മൾ ടൈമർ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് ആ സ്പീഡ് നമുക്ക് തിരിച്ചു കിട്ടി. ഓക്കെ, അപ്പൊ അതിന് സിസ്റ്റംസ് ഒക്കെ സഹായിക്കും. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, DPP ഉണ്ട്, DTS ഉണ്ട്, പിന്നെ എക്സാംസ് ഉണ്ട്, GIBs ഉണ്ട്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് സഹായിച്ചതെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും? ഓക്കെ സാർ, നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്, അതിനപ്പം നമുക്ക് ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോർഷൻ്റെ ഏകദേശം മനസ്സിലാവും. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു പോർഷൻ ജസ്റ്റ് കണ്ടുകൊണ്ട് മൊത്തം ക്ലിയർ ആവണമെന്നില്ല. അതിനുവേണ്ടി നമുക്ക് പിറ്റേ ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ സാറ് ഫസ്റ്റ് മുതൽ കൃത്യമായിട്ട് ഒന്നുകൂടെ എടുത്തു തരും. അപ്പോഴത്തേനും നമുക്ക് ആ പോർഷൻ എല്ലാം നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിരിക്കും. പിന്നെ ജസ്റ്റ് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ള സമയം പിറ്റേ ദിവസം ഹൈബ്രിഡ് നമുക്ക് ഓഫ്ലൈൻ വഴി കിട്ടുകയും ചെയ്യും. DPPs ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? DPPs വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടെ ഫണ്ടമെന്റൽ തൊട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മിസ്സായി പോയ കുറേ ഫണ്ടമെന്റൽ. DPPസിന്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു? DPPയുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈസിയും ഡിഫിക്കൽട്ടും, അങ്ങനെ നമുക്ക് ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ തൊട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ വരെ ഒരു അറേഞ്ച്ഡ് ആയിട്ട് രീതിയിലായിരുന്നു നമുക്ക് തന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് ബേസിക് തൊട്ട് നല്ല അഡ്വാൻസിൻ്റെ പ്രോബ്ലം വരെ ചെയ്യാനുള്ള കിട്ടി. പിന്നെ എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ? എങ്ങനെ കമ്പ്യൂട്ടറിനെസ് ആണ് ബോറടിക്കോ? ഇല്ല, നല്ല നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ സാർമാരായിരുന്നു. അപ്പം നമുക്ക് വിവിധ രീതിയിലുള്ള ക്ലാസ്സുകളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബോറടിക്കില്ലായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ GIBs ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? ശരിക്കും പറയുന്നത് നമുക്കൊരു പരീക്ഷയ്ക്ക് പോലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം ശരിക്കും ഓരോ വ്യക്തികൾക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഓരോ GIB എഴുതുമ്പോൾ നമ്മൾ ഓരോ സ്ട്രാറ്റജി ചെയ്ത് നോക്കി അതിൽ ഏറ്റവും മികച്ച നമുക്ക് എടുക്കാനുള്ള ചാൻസ് നമുക്ക് GIB നിന്ന് കിട്ടുന്നു. കൂടാതെ ടൈം മാനേജ്മെന്റ് എന്നൊരു വലിയൊരു ഘടകം, ഒരു കാര്യം GIB നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അതിനൊക്കെ സഹായിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽക്കുലേഷൻ സ്പീഡൊക്കെ കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം കാണാൻ കാൽക്കുലേഷൻ സ്പീഡ് കൂടിയോ? നല്ലോണം കൂടി. എത്ര കൂടിയിട്ടുണ്ടാവും? ഒരു ശതമാനം കണക്കിലോ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മടങ്ങ് കണക്കിലോ ഇത്ര മടങ്ങ് കൂടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എത്ര കൂടിയിട്ടുണ്ടോ? 3 ഇരട്ടി കാൽക്കുലേഷൻ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഓക്കെ, വാട്ടവർ നമ്മൾക്കിപ്പം റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, NIT കിട്ടി, സംഭവിച്ചു. അതല്ലാതെ കണ്ട് നമുക്ക് നമ്മുടെ നോളജ് ലെവലിൽ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടായത്? കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എനിക്കാണെങ്കിൽ പോലും കെമിസ്ട്രി തീരെ അറിയാത്ത ഒരാളാണെന്ന്. അപ്പം റോഷൻ സാറ്, നമ്മുടെ സുധീർ ഖാൻ സാർ, അങ്ങനെ കുറേ സാർമാർ, പ്രത്യേകം സുദർശൻ സാറ് എപ്പോഴും ഹെൽപ്പിനുണ്ടായിരുന്നു. കെമിസ്ട്രി തീരെ മോശമായിരുന്നു വെച്ചാൽ എനിക്കത് എൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് പോലെ ചില സമയങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അവരെല്ലാം അതിൻ്റെ ബേസിക് തൊട്ട് എനിക്ക് എടുത്തു തന്നു. കൂടാതെ കൺസെപ്ച്വലി ക്വസ്റ്റ്യൻസ് ഇമേജ് സാർ ഫിസിക്സ് കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സാറിന്മാരെല്ലാം ഫുൾ സപ്പോർട്ട് ആയതുകൊണ്ട് അവരുടെ ഇത് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കും അതിനപ്പുറം ഉള്ള കാര്യങ്ങൾ, അഡ്വാൻസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം ഉഷാറാക്കി.
പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് പണ്ട് മുതലേ ബേസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ജെഇ അപ്രോപ്രിയേറ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നൊക്കെ ഒരു ടോക്ക് പുറത്ത് എയറിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഓഗസ്റ്റിന് അങ്ങനെ പണ്ട് മുതലേ ബേസിക് കിട്ടിയ ആളൊന്നുമല്ല, അല്ലെ ഫൗണ്ടേഷൻ ക്ലാസ്സൊന്നും കിട്ടിയ ആളല്ല. +2 ജെയിനെ കുറിച്ച് ആലോചിക്കുന്നത്. +2 കഴിഞ്ഞിട്ടാണ് മര്യാദക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് ജെഇ അവർ കയ്യിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ബേസിക് ഇല്ലാതെ ജെഇ കിട്ടുക എന്നുള്ളത് തീർത്തും എന്താ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. പക്ഷെ സൈലത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ബേസിക്സ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്. അവരെ ഏറ്റവും ബേസിക് ഇവിടെ സൈലത്തിൽ ക്ലാസ് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോഴേ തന്നെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞൊരു പോർഷൻ, ഒരു ബുക്കും അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ്. അതിലൂടെ നമുക്ക് മാത്തമാറ്റിക്കൽ സ്കിൽസ്, നമ്മുടെ ഏറ്റവും ബേസിക് തുടങ്ങിയ എല്ലാം ഫണ്ടമെന്റൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് ഈ ക്ലാസ്സിലേക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ക്ലാസ്സസ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പം പറ്റും. ഓക്കെ, അതായത് ആർക്കാണെങ്കിലും ചെയ്തെടുക്കാം. അതിന് ഹൈബ്രിഡ് സിസ്റ്റം എന്താണ്? സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ജെഇ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും, അല്ലേ? ഇത്തവണ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, അതായത് ഒരു ജൂലൈ സമയത്ത് മോൻ അതേ പോയായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പം ഈ സമയത്ത് എന്ത് ഗ്രോത്ത് ഉണ്ടാവുക? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണോ, അല്ല എങ്ങനെയുണ്ടാവുക? നമ്മൾ തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറയാം നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും പോകുന്നത്. സീറോ ഇമ്പ്രൂവ്മെന്റ് എന്ന് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തത്, കാരണം ഫണ്ടമെന്റൽ കുറവായിരിക്കാം. നമ്മൾ തുടങ്ങുമ്പം ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല, ഇതില്ല. പിന്നെ കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ജെഇക്ക് വരുന്നത്. പിന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് അത് നമ്മൾ ഫെമിലിയർ ആയി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പിന്നെ അങ്ങോട്ടൊരു എക്സ്പോണൻഷ്യൽ നമ്മൾ ഇതിന്റെ ഒരു ഹാങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഗ്രോത്ത്. ഓക്കെ, അഥവാ നമുക്ക് ആ ഒരു ത്രഷോൾഡ് കവർ ചെയ്യണം, അല്ലേ? ആ ത്രഷോൾഡ് കവർ ചെയ്താൽ പിന്നെ ഒരൊറ്റ പോക്കായിരിക്കും. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? അപ്പം ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് ക്യാമ്പസിനെ കുറിച്ചും ചില ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പസിൻ്റെ ചെറിയ ഷോർട്ടിൽ പറഞ്ഞാൽ മതി. ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. സാർമാരെല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്യണം. നല്ല ഫ്രണ്ട്സും, അത് ഞങ്ങളെല്ലാം നല്ല ഫ്രണ്ട്സ്, കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഓരോ സാർമാർ, അവർ എക്സ്പീരിയൻസ് ചോദിക്കാൻ പറ്റും, അവർ പഠിച്ച ഓരോ ക്യാമ്പസിനെ പറ്റി ഇഷ്ടം പോലെ നല്ല നോളജ് കിട്ടി. കൂടാതെ എല്ലാം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. AC ക്ലാസ് റൂം. ഹോസ്റ്റലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്റ്റൽ എല്ലാം അടിപൊളിയായിരുന്നു. വാർഡനാണേലും മെൻറ്ററാണേലും ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മൾ ഡൗൺ ആയ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ കുറെ പീരീഡ് വന്നായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് സീറോ ഗ്രോത്ത് പീരീഡിൽ തന്നെ എനിക്ക് നിർത്തി പോകാൻ തോന്നിയായിരുന്നു. അങ്ങനെ കുറെ തവണ വന്നപ്പം ഞങ്ങളുടെ മെന്റർ ഫുൾ സപ്പോർട്ടായിരുന്നു. അതായത് നമ്മൾ മെന്റൽ ഡൗൺ ആയ സമയത്ത് സപ്പോർട്ട്. ഏതെങ്കിലും സാറിന് സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ് പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്? ഇമേജ് സാർ. എന്താണത്? ഇമേജ് സാറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാറായിരുന്നു. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് മെന്റലി ഡൗൺ തോന്നി വീട്ടിൽ പോകാൻ, അങ്ങനെ വീടുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ആളാണ്. അപ്പം ഹോം സിക്നെസ് ഭയങ്കരമായിട്ടുള്ളപ്പോൾ സാറ് വരും. സാറുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നം കുറയും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ കയ്യിലിപ്പോൾ ടൈം മെഷീൻ കിട്ടി, അല്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യില്ല? ഞാൻ ഹോസ്റ്റലിൽ കയറുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2-3 മാസം സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ കളിച്ചിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ച് കൂടെ. അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് കയറിയ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ തിയറി ഫോക്കസ് ചെയ്തിരുന്നു. തിയറി മാത്രം. അതൊരു ഭയങ്കര മണ്ടത്തര പിന്നെ തോന്നി. കാരണം നമ്മൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ ആ തിയറി പെട്ടെന്ന് തന്നെ ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത്? കുട്ടി തിയറി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞത്? ജസ്റ്റ് തിയറി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും തന്നെ സഫീഷ്യന്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നൊരു ഇതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യാതെ ജസ്റ്റ് തിയറി വായിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് തിയറി വായിക്കാം, അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ റിവിഷൻ ചെയ്യാം, മറന്നു പോകാതിരിക്കാം. റിവിഷൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ജസ്റ്റ് ഞാൻ ഒരു ബുക്ക് കീപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ നോട്ട്സ് റിവിഷൻ പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഷോർട്ട് നോട്ട് പോലെ, അതായത് ഫോർമുല ബുക്ക്. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ജസ്റ്റ് ഫോർമുല എഴുതുവാണെങ്കിൽ പോലും അതെങ്ങനെയാണ് വന്നതെന്ന് ആലോചിച്ചെടുക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ച് ഒരു ജസ്റ്റ് ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്തെന്ന് വെച്ചാൽ,
ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ട് പോയല്ലോ. അപ്പം ഫസ്റ്റത്തെ ടോപ്പിക്ക് കുറേ വിട്ടു. അവസാനത്തേക്ക് അവ അങ്ങോട്ട് വരും തോറും ഫസ്റ്റിലത്തെ ടോപ്പിക്ക് വിട്ടു പോയി. അവസാനം അതൊരു ചെറിയൊരു ബാക്ക്ലോഗ് പോലെ ചില ടോപ്പിക്കുകൾ നമുക്ക് അത്ര എക്സ്പേർട്ടൈസ് അല്ലാത്ത ഫീൽഡ് ടോപ്പിക്സ് എല്ലാം നമുക്ക് ബാക്ക്ലോഗ് ആയിട്ട് വന്നത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കവർ ചെയ്തായിരുന്നോ? പിന്നെ കവർ ചെയ്തെടുത്തു. അപ്പൊ എങ്ങനെ അന്നന്ന് എടുക്കുന്ന ടോപ്പിക് അന്നന്ന് പഠിക്കാറുണ്ടായിരുന്നു? ഓക്കെ അല്ലേ. പിന്നെ എക്സാംസ് അനുസരിച്ചാണ് റിവൈസ് എക്സാം അനുസരിച്ച് റിവൈസ് ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെയാണ് സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടായത്. അപ്പോൾ തീരെ ഇഷ്ടപ്പെടുന്ന ടോപ്പിക് എന്താ ചെയ്തേ? തീരെ പരമാവധി നോക്കും. കിട്ടാത്തത് അതിന്റെ ബേസിക്സ് പഠിച്ചു നോക്കും. ബേസിക്സ് പഠിച്ച് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യില്ല. നമുക്ക് എവിടുന്ന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരുന്നത് അത് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്കൊരു ഒരു ലെവലില് അതിനാണ് നല്ലൊരു സ്ട്രാറ്റജിയാണ്. പരമാവധി പഠിച്ചിട്ട് കുറെ ടോപ്പിക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ജയ് പ്രിപ്പറേഷൻ സമയത്ത് എങ്ങനെയാണ് സബ്ജക്ട് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സബ്ജക്ട് ഇമ്പോർട്ടൻസ് മൂന്നിനും തുല്യ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ നമുക്ക് ഡിഫിക്കൽട്ടായി തോന്നുന്ന സബ്ജക്റ്റ് ഏതെന്ന് വെച്ചാൽ അതിന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. പൊതുവെ ഈ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് ഫിസിക്സും മാത്സും ഫുൾ ക്ലിയർ ആക്കിയിട്ട് മാത്സ് കുറെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ പോകരുത്. നമുക്ക് എവിടെ നിന്ന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാൻ പറ്റില്ല. മാത്സിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേ പേര് പറയും ഫിസിക്സ് പഠിക്കുക, കെമിസ്ട്രി, മാത്സ് തൊടാതിരുന്നാൽ പോലും നമുക്ക് ജയി കിട്ടും. അങ്ങനെയല്ല. അത് അല്ലെങ്കിൽ അത്രയ്ക്കും എക്സ്പേർട്ടൈസ് ആണെങ്കിൽ പോലും മാത്സ് ഇല്ലാതെ പറ്റില്ല. മാത്സ് പഠിക്കണം. മാത്സ് ഇപ്പം നമുക്ക് എന്തായാലും +2 ഉള്ള അത്ര കണ്ടന്റ് അല്ല അല്ലെ? അതിനേക്കാൾ എത്ര കണ്ടന്റ് നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട്? ഏകദേശം ഒരു മടങ്ങ് കണക്കിനായിട്ട് പറയുകയാണെങ്കിൽ 5 മടങ്ങ് 10 മടങ്ങാണ് ഫണ്ട് അല്ലെ? അപ്പൊ അത് പഠിക്കാൻ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലൈൻ ക്ലാസ് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ എടുക്കും. പൊതുവെ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കി കിട്ടുന്നില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ആ എക്സ്പ്ലനേഷൻ കണ്ട് നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവും. പിന്നെ നമ്മൾ ടോപ്പിക് എടുക്കുമ്പം ജസ്റ്റ് നമ്മൾ സ്വന്തം ക്വസ്റ്റ്യൻ എടുക്കേണ്ട കാര്യം വരുന്നില്ല. DPP തന്നെ ആവശ്യത്തിലധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡിഫിക്കൽട്ടി അനുസരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഈസി തൊട്ട് നമുക്ക് ഓരോ ബേസിക് കൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളതും അതേസമയം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ എക്സ്പ്ലനേഷൻ നമുക്ക് DPP കിട്ടുമായിരുന്നു. അവസാനമായി നമ്മളിപ്പം ഇനിയിപ്പോൾ ആസ്പിറൻസിനടുത്ത്, അതായത് പ്രത്യേകിച്ച് ഇനി റിപ്പീറ്റിങ്ങിലേക്ക് പോകണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ പോകാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ള എന്താ? സ്വന്തമായി തീരുമാനം എടുക്കാം. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം ഒരു വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. മാത്രമല്ല ഈ ഒരു റിപ്പീറ്റ് കൊണ്ട് നമുക്ക് എത്രമാത്രം അറിവ് കിട്ടുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തായാലും എഞ്ചിനീയറിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ ഒരു റിപ്പീറ്റിലൂടെ നമുക്ക് നിരവധി മാത്സിൽ സ്കില്ല് കിട്ടും. കൂടാതെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബേസ് സെറ്റ് ആയിരിക്കും. എഞ്ചിനീയറിംഗ് പോയ പിന്നെ പേടിക്കാനില്ല. നമുക്ക് അതിൻ്റെ ബേസ് എല്ലാം ക്ലിയർ ആയിരിക്കും. പിന്നെ കൂടാതെ നമുക്കൊരു നല്ലൊരു കോളേജിലേക്ക്, നല്ല എക്സ്പോഷർ കിട്ടുന്ന കോളേജിൽ പഠിക്കാനുള്ള അവസരം ആണ് ഇതിലൂടെ ലഭിക്കുന്നത്.